ഒരിടവേളയ്ക്കു ശേഷം റഷ്യ യുക്രൈൻ സംഘർഷം വീണ്ടും സജീവമാവുകയാണ്. കരിങ്കടലിൽ റഷ്യൻ സൈനിക കപ്പൽ ആക്രമിച്ച് തകർത്തതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റഷ്യൻ പ്രതിരോധ കപ്പലായ സീസർ കുനിക്കോവിനെയാണ് യുക്രൈൻ സൈനികർ തകർത്തത്. വിവരം യുക്രൈൻ ഇന്റലിജൻസ് ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുക്രൈൻ സേനയുടെ മകുര ഡ്രോണുകൾ ഉപയോഗിച്ചാണ് കപ്പൽ തകർത്തത്. കപ്പൽ പൂർണ്ണമായും തകരുകയും ജീവനക്കാർ കൊല്ലപ്പെടുകയും ചെയ്തെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. യുക്രൈൻ ഡ്രോണുകൾ കരിങ്കടലിൽ റഷ്യൻ കപ്പലുകൾ ആക്രമിക്കുന്നത് ഇതാദ്യമല്ല. മാസങ്ങൾക്ക് മുമ്പ് ക്രിമിയൻ തുറമുഖമായ ഫിയോഡോസിയയിൽ യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ ഒരു വലിയ റഷ്യൻ ലാൻഡിംഗ് കപ്പലിന് കേടുപാടുകൾ സംഭവിക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഒരു പ്രധാന റഷ്യൻ യുദ്ധക്കപ്പൽ നശിപ്പിച്ചെന്ന് യുക്രൈൻ അവകാശപ്പെട്ടതിന് പിന്നാലെ റഷ്യയും സംഭവം സ്ഥിരീകരിച്ചു. ഫിയോഡോസിയെ ആക്രമിക്കാൻ ഉക്രൈൻ വ്യോമ മിസൈലുകൾ ഉപയോഗിച്ചതായും റെയ്ഡിൽ നോവോചെർകാസ്ക് എന്ന ലാൻഡിംഗ് കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നു. പോളണ്ടിൽ നിർമ്മിച്ച 1980കളുടെ അവസാനത്തിൽ സേവനത്തിൽ പ്രവേശിച്ച നോവോചെർകാസ്ക് ആംഫീബിയസ് ലാൻഡിങ്ങിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ ടാങ്കുകൾ ഉൾപ്പെടെ വിവിധ തരം കവചിത വാഹനങ്ങൾ വഹിക്കാനും ഇതിന് കഴിയും. റഷ്യയെ ഞെട്ടിച്ച യുക്രൈന്റെ നീക്കങ്ങളിൽ ഒന്നായിരുന്നു മോസ്കോ എന്ന മിസൈൽ ക്രൂസർ കപ്പലിനെ കടലിൽ മുക്കിയത്. സ്ലാവ എന്ന പേരിലാണ് മോസ്കോ 1931 സോവിയറ്റ് യൂണിയൻ കാലത്ത് പുറത്തിറക്കിയത്. അമേരിക്കൻ കപ്പൽ പടയിലെ വിമാനവാഹിനി ഉൾപ്പെടെ തകർക്കാൻ പോകുന്ന തരം കപ്പലാണിത്. ഇത്തരം രണ്ടെണ്ണം കൂടിയുണ്ട്. 500 കിലോമീറ്റർ റേഞ്ചുള്ള വൾക്കാൻ ഉൾപ്പെടെ ദീർഘദൂരത്തേക്ക് പായിക്കാവുന്ന മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലാണിത്. വൻ നഗരങ്ങൾ വരെ ഈ കപ്പലിൽ നിന്ന് ആക്രമിക്കാം. യുദ്ധം ആരംഭിച്ച് 2 മാസങ്ങൾക്ക് ശേഷമായിരുന്നു റഷ്യയെ ഞെട്ടിച്ച് മോസ്കോ പടക്കപ്പൽ ഉക്രൈൻ മുക്കിയത്. കരിങ്കടലിലെ റഷ്യയുടെ കൊടിക്കപ്പൽ എന്ന വിശേഷണമുള്ള മോസ്കോയുടെ പതനം സംഭവിച്ചത് യുക്രൈൻ സൈന്യം തൊടുത്ത 2 നെപ്റ്റ്യൂൺ മിസൈലുകൾ കാരണമാണെന്നാണ് റിപ്പോർട്ടുകൾ. നെപ്റ്റ്യൂണിന് 5 മീറ്ററാണ് നീളം. മണിക്കൂറിൽ 900 കിലോമീറ്റർ സ്പീഡിൽ പറക്കും. റഡാറുകൾ കണ്ടെത്താതിരിക്കാൻ കടലിൽ 10 മീറ്റർ മാത്രം ഉയരത്തിലാണ് പറക്കുന്നത്. കപ്പലിന് ക്ഷതമേറ്റെന്ന് സമ്മതിച്ചെങ്കിലും അത് കപ്പലിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതാണെന്നാണ് റഷ്യ വിശദീകരിച്ചത്. എന്നാൽ യുക്രൈൻ ആക്രമണത്തിലാണ് റഷ്യൻ കപ്പൽ മുങ്ങിയതെന്ന് US പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. 2022 ഫെബ്രുവരി 24-ലാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നത്. ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ അപ്രതീക്ഷിത ചെറുത്തുനിൽപ്പ് നടത്താൻ യുക്രൈന് സാധിച്ചിരുന്നു. യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ റഷ്യൻ ടാങ്കുകളും സായുധ വാഹനങ്ങളും തകർത്തും റഷ്യൻ സൈനികരെ വധിച്ചും യുക്രൈൻ റഷ്യയെയും ലോകത്തെയും തന്നെ ഞെട്ടിച്ചിരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന വരെ ഇടപെട്ടിട്ടും ഇതുവരെയും പരിഹാരം കണ്ടെത്തിയിട്ടില്ല. അതിനിടെ വിഷയത്തിൽ പ്രതികരണമായി ടെസ്ല സ്ഥാപകൻ ഇലോൺ മസ്കും രംഗത്തെത്തിയിട്ടുണ്ട്. യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറിയാൽ പ്രസിഡന്റ് പുടിൻ കൊല്ലപ്പെട്ടേക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. US റിപ്പബ്ലിക്കൻ സെനറ്റർമാരോട് സംസാരിക്കവെയായിരുന്നു മസ്കിന്റെ പ്രതികരണം. യുദ്ധത്തിൽ അവസാന വിജയം റഷ്യയ്ക്കായിരിക്കുമെന്ന ഒരു സെനറ്റ് അംഗത്തിന്റെ പരാമർശത്തിന് ശേഷമാണ് മസ്ക് പ്രതികരണം നടത്തിയത്. സെനറ്റ് അംഗത്തിന്റെ പരാമർശത്തോട് അദ്ദേഹം യോജിക്കുകയും ചെയ്തു.